പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തെ ഓർത്ത് ഞാൻ കർത്താവിന് മഹത്വം കരയേറ്റുന്നു. ഇന്ന് എൻ്റെ പക്കൽ പരിശുദ്ധാത്മാവ് നൽകിത്തന്ന ഒരു ചെറിയ ചിന്ത എൻ്റെ പ്രിയപ്പെട്ടവരുമായി ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അതെ, നമ്മുടെ ജീവനു നേരെ ഉയരുന്ന വെല്ലുവിളികളെ തകർത്തു കളയുന്ന, വഴി മാറ്റുന്ന ഒരു വലിയ ദൈവപ്രവൃത്തി നമ്മുടെ ലൈഫിൽ നടക്കുവാനിടയായിത്തീരും. അതിനാധാരമായിട്ട് ഒരു വാക്യം വായിക്കാൻ ആഗ്രഹിക്കുന്നു. 1 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വേദഭാഗം ഇങ്ങനെ വായിക്കുന്നു. ഇസബേൽ ഏലിയാവിൻ്റെ അടുക്കൽ ഒരു ദൂതനെ അയച്ച്, നാളെ ഈ നേരത്ത് ഞാൻ നിന്റെ ജീവനെ അവരിൽ ഒരുത്തൻ്റെ ജീവനെ പോലെ ആക്കുന്നില്ല എങ്കിൽ ദേവന്മാർ എന്നോട് തക്കവണ്ണവും അധികവും ചെയ്യുമാറാകട്ടെ എന്ന് പറയിച്ചു. വളരെ സുപരിചിതമായ ഒരു തിരുവചന ഭാഗമാണ്. ഏലിയാവെന്ന കരുത്തനായ പ്രവാചകൻ്റെ നേരെ രാജ്യം ഭരിക്കുന്ന രാജാവിൻ്റെ ഭാര്യ, ആഹാബിൻ്റെ ഭാര്യയായി ഇസബേൽ ഉയർത്തുന്ന ഒരു വെല്ലുവിളിയാണ് നാം വായിച്ചു കേൾക്കുവാനിടയായി തീർന്നത്. ഏലിയാവിൻ്റെ ജീവനെ എടുത്തു കളയും. നാളെ ഈ നേരം അല്ലെങ്കിൽ നേരത്തോട് നേരമാകുന്നതിനു മുമ്പേ നിന്റെ ജീവനെ എടുത്തു കളയുമെന്ന് ഭക്തനായ പ്രവാചകനായ ഏലിയാവിനോട് ഒരു ദൂതനെ അയച്ച് പറയിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. കാര്യം, ഇന്നലെ കഴിഞ്ഞ സമയങ്ങളിൽ നടന്ന കർമ്മേലിൻ്റെ മലമുകളിൽ നടന്ന ദൈവപ്രവൃത്തി ജാതീയ പശ്ചാത്തലത്തിൽ നിൽക്കുന്ന ഇസബേലിനെ അത് വേദനിപ്പിക്കുകയും മുറിവേൽപ്പിക്കുകയും ചെയ്തു. അവരുടെ അല്ലെങ്കിൽ ആ പ്രവാചകന്മാരെ കൊന്നുകളഞ്ഞത് ഇസബേലിന് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് അതേ ദൈവത്തിൻ്റെ പ്രവാചകനായ ഏലിയാവിനെ അതുപോലെ നശിപ്പിച്ചു കളയുമെന്നുള്ള ഒരു വെല്ലുവിളിയാണ് അവിടെ ഉയർത്തുന്നത്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ചില വെല്ലുവിളികൾ നമ്മുടെ ജീവിതത്തിനു നേരെ ഉയർത്തുന്നെങ്കിൽ ആമേൻ, അതിനെ ഒന്നും നാം ഭയപ്പെടേണ്ടതില്ല എന്ന് പരിശുദ്ധാത്മാവിൽ ഇന്ന് ഞാൻ ആത്മാർത്ഥതയോടെ കൈമാറാൻ ആഗ്രഹിക്കുകയാണ്. എന്നാൽ ഇവിടെ സംഭവിക്കുന്നത്, രാജ്യം ഭരിക്കുന്ന രാജാവിൻ്റെ ഭാര്യ ഇസബേൽ അങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ ഏലിയാവ് 3-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, അവൻ ഭയപ്പെട്ട് എഴുന്നേറ്റ് ജീവരക്ഷയ്ക്കായി പുറപ്പെട്ട് യഹൂദയ്ക്കുൾപ്പെട്ട ബെർഷേബയിൽ ചെന്ന് അവിടെ തൻ്റെ ബാല്യക്കാരനെ താമസിപ്പിച്ചു. ഈ വാർത്ത കേട്ടപ്പോൾ തൻ്റെ അകത്ത് ഒരു ഭയം വന്നു. എന്നാൽ തൊട്ടു മുമ്പിലത്തെ വേദഭാഗങ്ങളൊക്കെ പഠിക്കുമ്പോൾ, 17-ാം അധ്യായമൊക്കെ പഠിക്കുമ്പോൾ കാണാൻ കഴിയുന്നു, തിശ്ബിയിൽ നിന്നുള്ള തിശ്ബ്യനായ ഏലിയാവ് ആഹാബിൻ്റെ കൊട്ടാരത്തിൽ ചെന്ന് ആഹാബിനോട് പറയുന്നൊരു കാര്യമുണ്ട്. ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകത്തില്ല എന്ന് കരുത്തോടെ ഭയമില്ലാതെ വിളിച്ചു പറഞ്ഞ പ്രവാചകൻ. എന്നാൽ ഇസബേലിൻ്റെ വാക്കിന് മുമ്പിൽ തൻ്റെ ഹൃദയത്തിനകത്ത് ഒരു ഭയം ഉളവാകുവാനിടയായി തീർന്നു. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ചില ഭയങ്ങൾ നമ്മുടെ ഉള്ളത്തിനകത്ത് അവൻ വ്യാപരിക്കുന്നുണ്ടെങ്കിൽ, ചിന്തിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ സ്ഥിതിയും അതുപോലെയായി മാറുമോ? ഇസബേൽ വിളിച്ച വെല്ലുവിളി കേട്ട് അറിഞ്ഞ് ഭയപ്പെട്ട് ഏലിയാവ് ജീവരക്ഷയ്ക്കായി ബെർഷേബയിൽ ചെന്ന് ജീവരക്ഷയ്ക്കായി അവിടെ തൻ്റെ ബാല്യക്കാരനെ അവനെ അവിടെ ആക്കിയിട്ട് താൻ വീണ്ടും യാത്ര തുടരുകയാണ്. 4-ാമത്തെ വാക്യം പറയുന്നത്, താനോ മരുഭൂമിയിൽ ഒരു ദിവസത്തെ വഴി ചെന്ന് ഒരു ചൂരച്ചെടിയുടെ തണലിൽ ഇരുന്നു മരിക്കുവാൻ ഇച്ഛിച്ചു. ദൈവത്തിന് സ്തോത്രം. അതെ, കർത്താവിന് വേണ്ടി ശക്തമായി പ്രയോജനപ്പെടേണ്ട, കർത്താവിന് വേണ്ടി ശക്തമായി നിൽക്കേണ്ട നിയോഗമുള്ള ഏലിയാവ് ഒരു വെല്ലുവിളിയുടെ മുൻപിൽ, ഒരു വാക്കിനു മുമ്പിൽ തകർന്ന് ചൂരച്ചെടിയുടെ തണലിൽ ഇനി എനിക്ക് മരിച്ചാൽ മതി എന്ന് ഇച്ഛിച്ച് ഇരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ചിലരോട് ചോദിക്കുമ്പോൾ ചിലർ പറയും, എൻ്റെ കുടുംബത്തിൽ ഇന്നയാൾക്ക് വന്ന രോഗം അത് ഒരു പക്ഷെങ്കിൽ എനിക്കും വരും, പാരമ്പര്യമാണെന്നൊക്കെ പറഞ്ഞ് എനിക്ക് വരും, ഞാൻ ആ രോഗം കൊണ്ട് അവസാനിക്കും, ആ കടക്കണിയും കൊണ്ട് ഞാൻ അവസാനിക്കത്തേയുള്ളൂ എന്നിങ്ങനെ പലവിധമായ വ്യാകുലങ്ങളും പലവിധമായ വെല്ലുവിളികളും ചിന്തിച്ചും കേട്ടുമൊക്കെ തളർന്ന് ചൂരച്ചെടിയുടെ തണലിൽ ഇരിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ, അങ്ങയുടെ ജീവിതം ഇങ്ങനെ അവസാനിക്കുമെന്നും ഇതോടെ താൻ തകർന്നു പോകുമെന്നൊക്കെ ചില വെല്ലുവിളികൾ ഹൃദയത്തിനകത്ത് തുടരെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽ അതിനെ ശാസിച്ച് കളഞ്ഞിട്ട്
പരിശുദ്ധാത്മാവിൽ ബലപ്പെടുവാൻ, ദൈവാത്മാവിൽ ബലപ്പെടുവാൻ ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്. കർത്താവിന് സ്തോത്രം. അതേ, കരുത്തുറ്റ പ്രവാചകനായ ഏലിയാവ് ചൂരച്ചെടയുടെ തണലിൽ ചെന്ന് കിടന്നിട്ട് പറയുകയാണ്, എനിക്ക് മരിച്ചാൽ മതി, എനിക്കിനി മുൻപോട്ട് നീങ്ങണ്ട, എനിക്കിനി ജീവിക്കണ്ട, എൻ്റെ ജീവന് ഭീഷണിയുണ്ട്, അപകടമുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു ഇൻഷുറൻസ് കമ്പനിയും തരാത്ത ഇൻഷുറൻസ് ആണ് പിതാവായ ദൈവം പുത്രനിലൂടെ നമുക്ക് നൽകി തന്നിരിക്കുന്നത്. നമ്മുടെ ജീവന് ഹാനി വരാതെ വണ്ണം നമ്മെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന, ഒന്നുകൂടെ പറഞ്ഞാൽ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന നിയോഗം കഴിയുന്നിടം വരെ, നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന നിയോഗം തീരുന്നിടം വരെ ഒരു വെല്ലുവിളികൾക്കും ഒരു രോഗത്തിനും ഒരു കടക്കണിക്കും നമ്മെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല എന്ന് ഇന്ന് ഈ സമയം നാം മനസ്സിലാക്കുവാനിടയായി തീരണം. ഹൃദയം വാടി തളർന്ന് നമുക്കിനി മുൻപോട്ട് പോകാൻ കഴിയത്തില്ല, ഇവിടം കൊണ്ട് അവസാനിച്ചാൽ മതി എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്നിടത്തുനിന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ് അടുത്ത വാക്യത്തിൽ, അവൻ ചൂരച്ചെടിയുടെ തണലിൽ കിടക്കുമ്പോൾ പെട്ടെന്നൊരു ദൂതൻ അവനെ തട്ടി അവനോട് എഴുന്നേറ്റ് തിന്നുക എന്ന് പറഞ്ഞു. അടുത്ത വാക്യവും അവനെ 7ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ വീണ്ടും കാണിക്കുന്നത് യഹോവയുടെ ദൂതൻ 2ാം പ്രാവശ്യം അവനെ വന്ന് തട്ടി, എഴുന്നേറ്റ് തിന്നുക, നിനക്ക് ദൂരെ യാത്ര ചെയ്യാനുണ്ട്. അതേ പ്രിയപ്പെട്ടവരെ, നമ്മെ വെല്ലുവിളിച്ച വെല്ലുവിളികൾ കൊണ്ട് നാം അവസാനിക്കുകയല്ല. ദൈവം അനുവദിക്കാതെയും നമ്മുടെ ജീവിതത്തിനകത്തൊന്നും സംഭവിക്കത്തില്ല എന്ന് ഇന്ന് ഈ സമയത്ത് നാം മനസ്സിലാക്കുവാനിടയായി തീരണം. ചില വെല്ലുവിളികളെ തകർത്തു കളയുന്ന, ചില വെല്ലുവിളികൾ ഉയർത്തിയ വാക്കുകളെ വഴിമാറ്റിവിടുന്ന ഒരു ദൈവശക്തി വ്യാപരിക്കുന്നുണ്ട് എന്ന് ഇന്ന് പകൽ വിശ്വാസത്തോടെ അത് മനസ്സിലാക്കുവാനിടയായി തീരണം. എന്നാൽ അടുത്ത അധ്യായങ്ങൾ 2 രാജാക്കന്മാരുടെ പുസ്തകം 9ാമത്തെ അധ്യായത്തിലൊക്കെ വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നു, വെല്ലുവിളിച്ച അതേ ഇസബേലിന് വന്ന ഒരു വലിയ പ്രശ്നം, പ്രതിസന്ധി എന്താണെന്ന് 1 രാജാക്കന്മാർ 21ാം അധ്യായം 23ാമത്തെ വേദഭാഗത്തിലേക്ക് വരുമ്പോൾ അവിടെ കാണാൻ കഴിയുന്നു. 21ന്റെ 23 ഇങ്ങനെയാണ് വായിക്കുന്നത്, ഇസബേലിനെ കുറിച്ച് യഹോവ അരുളി ചെയ്തത്, നായ്ക്കൾ ഇസബേലിനെ ഇസ്രായേലിൻ്റെ മതിലിനരികെ വെച്ച് തിന്നുകളയും. അഭിഷക്തന്റെ നേരെ, നിയോഗമുള്ളവന്റെ നേരെ, പ്രവാചകന്റെ നേരെ, ഏലിയാവിൻ്റെ നേരെ അവൾ വെല്ലുവിളിച്ചത് നേരെ അവിടെ ലൈഫിനകത്ത് തിരിയുകയാണ്. അതെ, ആരാണോ വെല്ലുവിളി ഉയർത്തിയത് ആ വെല്ലുവിളിയെ വഴിമാറ്റിയിട്ട് വെല്ലുവിളിച്ചവനെ തകർത്തു കളയുന്ന സ്തോത്രം ഒരു കരം ചലിക്കുന്നുണ്ട്. എന്നിട്ട് തീർന്നില്ല. 2 രാജാക്കന്മാർ 9:33 വായിക്കുന്നു, അവളെ താഴെ ഇടുവീനെന്ന് അവൻ കൽപ്പിച്ചു. ഉടനെ അവൻ അവളെ താഴെ തള്ളിയിട്ടു. അവളുടെ രക്തം ചുവരിന്മേലും കുതിരകളിന്മേലും തെറിച്ചു. അവൻ അവളെ ചവിട്ടിക്കളഞ്ഞു. ഹല്ലേലൂയ. ഇന്നലകളിൽ വെല്ലുവിളിച്ച് തകർത്തു കളയുമെന്ന് പറഞ്ഞ് നിയോഗമുള്ളവനെ തകർക്കാൻ നോക്കി. ഏലിയാവിന് നേരെ വെല്ലുവിളി ഉയർത്തി നാബോത്തിനെ കൊന്നുകളഞ്ഞു. ഇതൊന്നും കണ്ടിട്ട് മിണ്ടാതിരിക്കുന്നൊരു ദൈവമല്ല നമ്മുടെ ദൈവം. നമ്മുടെ ദൈവം ഇതൊന്നും കണ്ടിട്ട് മിണ്ടാതിരിക്കത്തില്ല. പ്രിയപ്പെട്ടവരെ, നാം ഏതെങ്കിലും പ്രയാസത്തിനകത്ത്, ഏതെങ്കിലും വിഷയത്തിനകത്ത് ഭാരപ്പെടുന്നെങ്കിൽ, ഭയപ്പെടുന്നെങ്കിൽ, ഏതെങ്കിലും വെല്ലുവിളിക്കകത്ത് തകർന്നിരിക്കുന്നെങ്കിൽ, നിന്നെ ഞാൻ ഇല്ലായ്മ ചെയ്ത് കളയും, നിന്റെ കുടുംബം നശിപ്പിച്ച് കളയും എന്നൊക്കെ ആരൊക്കെയോ പറഞ്ഞ ചില വെല്ലുവിളികൾക്കകത്ത് തളർന്നിരിക്കുന്നെങ്കിൽ എന്ന് മുതൽ പരിശുദ്ധാത്മാവ് പറയുന്നു, ധൈര്യപ്പെടണം, ബലപ്പെടണം. അത് നിന്റെ ജീവന് ഒരു പ്രൊട്ടക്ഷൻ തരാൻ പരിശുദ്ധാത്മാവിന് കഴിയും. നമ്മുടെ ജീവന് ഹാനി വരാതെ വണ്ണം ദൈവം നമ്മെ പ്രൊട്ടക്റ്റ് ചെയ്യും. ഏലിയാവ് എന്ന പ്രവാചകന് അടുത്ത നിയോഗവുമായി ദൈവം പറഞ്ഞു വിട്ടെങ്കിൽ ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മെ ഏൽപ്പിച്ച ദൈവിക നിയോഗം അവസാനിക്കുന്നതിന് മുമ്പേ ദൈവം അനുവദിക്കാതെ ഒന്നും നമ്മുടെ ലൈഫിൽ നടക്കത്തില്ല. അങ്ങനെയെങ്കിൽ വളരെ പ്രാർത്ഥനയോടും ദൈവാശ്രയ ബോധ്യത്തോടും ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാം നമ്മുടെ ജീവന് വെല്ലുവിളി ഉയർത്തുന്ന വിഷയങ്ങളെ ദൈവം നീക്കിക്കളയും. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് മുൻപോട്ട് പോകാം. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.